15 വർഷം മുമ്പ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ 20 വയസ്സുകാരി കലയുടെ തിരോധാനം അത് കൊലപാതകമോ എന്ന സംശയം ചോദ്യമാണ് ഈ മണിക്കൂറിൽ ഉയരുന്നത്. ലഭിച്ച ഒരു ഊമക്കത്തിൽ നിന്ന് അതിന് പിന്നാലെ നടത്തിയ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കലയുടെ ഭർത്താവായ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക്, ഒരുപാട് സംശയങ്ങൾക്ക് ദുരൂഹതകൾ നീക്കേണ്ട ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും സെപ്റ്റിക് ടാങ്ക് തുറന്നൊരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുമ്പോൾ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പരിശോധനയിലേക്ക് പോകുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഏറെ ദുരൂഹതയുയർത്തുന്ന ഒരു സംഭവം മാത്രമല്ല, പ്രദേശത്തുള്ള ആളുകൾ തന്നെ പലരും ഈ യുവതിയെപ്പറ്റി മറന്നേ പോയിരിക്കുന്നു. യുവതിയുടെ ഭർത്താവായിരുന്ന അനിൽകുമാർ പിന്നീട് വിവാഹം കഴിച്ചു, കുടുംബമായി ഇപ്പോൾ ജീവിക്കുന്നു. അവരുടെ എല്ലാം ഇടയിലേക്ക് പെട്ടെന്ന് ഈ അന്വേഷണം എത്തുന്നു. അല്ലെങ്കിൽ ഇന്ന് 15 വർഷം മുമ്പ് ഉണ്ടായ ഒരു തിരോധാനത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യം ഏതായിരുന്നു? ഗോകുലെ, ഏറ്റവും നിർണായകമായത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് 2 ആഴ്ചകൾക്ക് മുൻപ് ലഭിച്ച ഒരു ഊമക്കത്ത് ആണ്. ഇതിന്റെ അന്വേഷണം, ഈ സംഭവം നടക്കുന്നത് മാന്നാറാണ്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പരിധിയാണെങ്കിലും അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് അന്വേഷണത്തിന് ചുമതല കൊടുത്തു. വളരെ രഹസ്യ സ്വഭാവത്തിൽ അതിന്റെ അന്വേഷണങ്ങൾ നടത്തി. പോലീസിന് ഈ കൊലപാതകം ആണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ ഈ കസ്റ്റഡി എടുത്തിട്ടുള്ള പല ആളുകൾക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല. ഈ ഭർത്താവ്, അതായത് കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ അച്ഛന്റെ സഹോദരങ്ങളുടെ മക്കളാണ് നിലവിൽ ഈ കസ്റ്റഡി ഉള്ളായിട്ടുള്ള ആളുകൾ. ഒപ്പം തന്നെ കലയുടെ സഹോദരൻ കൂടി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും പോലീസിന് മനസ്സിലായിട്ടുള്ളത്, ഈ 15 വർഷങ്ങൾക്ക് മുൻപ് അനിൽകുമാറിന്റെ കാറിലാണ് അനിൽകുമാർ ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത്. അന്ന് കഴുത്തിൽ ഷാള് കൊണ്ട് മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ സഹായിച്ചത്. അല്ലാതെ കൊലപാതകത്തിൽ നേരിട്ട് ഇവർക്ക് പങ്കില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇവർ നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ മൃതദേഹം എവിടെ നിന്ന് കൊണ്ടുവന്നു, മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയത്? ഒപ്പം തന്നെ അനിൽകുമാർ അന്ന് വിദഗ്ധമായിട്ടുള്ള ഒരു കഥ കൂടി മെനഞ്ഞിരുന്നു. അന്ന് പോലീസിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴും ഒരു സംശയമെന്ന് അനിൽകുമാർ പറഞ്ഞിരുന്നു. വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല. മറ്റൊരാളുടെ കൂടെ കല അന്ന് പോയിട്ടുണ്ടോ, മറ്റൊരാളുടെ കൂടെ പോയോ എന്ന് സംശയമെന്ന് പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ സംഭവത്തെപ്പറ്റി, കലയുടെ വീട്ടുകാരോടും മറ്റു നാട്ടുകാരോടും ഇങ്ങനെയുള്ള വിവരം പറഞ്ഞു. അടുത്ത ബന്ധുക്കളോട് മാത്രം അബദ്ധത്തിൽ നടന്ന ഒരു കൊലപാതകം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ബന്ധുക്കൾക്ക് ഇത് കൊലപാതകമാണ്, ഇവിടെയാണ് കുഴിച്ചിട്ടതെന്നുള്ള മൊഴി നൽകിയിട്ടുള്ള അടുത്ത ബന്ധുക്കൾക്ക് പോലും എന്തിന് കൊലപ്പെടുത്തി എന്ന വിവരം അപ്പോഴും അറിയില്ലായിരുന്നു. നിലവിലെ അനിൽകുമാർ ഇസ്രയേലിലുണ്ട്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് നടത്തുകയാണ്. ഇതിനിടയിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വിവരം പുറത്തു വരുന്നത്. പോലീസ് അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് ഈ വീട്ടിലെത്തി ഇത് തെരച്ചിൽ നടത്തും എന്നുള്ള വിവരം മറ്റുള്ള ആളുകൾക്ക് എത്തിയതോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഈ കാണാതായ സംഭവം കൊലപാതകത്തിലേക്ക് തിരിഞ്ഞത്. അപ്പോഴാണ് ഇയാൾ ഈ 15 വർഷങ്ങൾക്ക് മുൻപ് അന്ന് കലയ്ക്ക് 20 വയസ്സുള്ള സമയത്ത് കൊല ചെയ്ത ശേഷം പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പുനർവിവാഹം നടത്തി. കേസിൽ നിലവിൽ കസ്റ്റഡിയിലുള്ളത് 4 പേരാണ് വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ 4 പേരെ പോലീസ് 4 പേരിൽ ഒരാളെ മാത്രമാണ് നെല്ല് സ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത്. ഈ സെപ്റ്റിക് ടാങ്കിന്റെ കോൺക്രീറ്റ് പാളികൾ മാറ്റി മാലിന്യം നീക്കി ആണ് പരിശോധിക്കുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾ പഴക്കം ഉണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് മറവ് ചെയ്തതെങ്കിൽ അവിടെ നിന്ന് ലഭിക്കാവുന്ന ചില തെളിവുകൾ, അത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അസ്ഥികുടമോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് സാധാരണ ഒരു പരിശോധനയിലൂടെ പറ്റുകയില്ല. ഈ മാലിന്യങ്ങൾ നീക്കി മറ്റ് ശാസ്ത്രീയ പരിശോധനകളൊക്കെ തന്നെ നടത്തി വേണം മൃതദേഹം കണ്ടെത്താൻ. പോലീസിനെ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു സംഗതിയും ഇതാണ്. ഇതിൽ പ്രതി പോലും ഇനി കുറ്റം സമ്മതിച്ചാലും ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറെക്കുറെ ഇത് കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഊമക്കത്ത് അയച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഊമക്കത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. കൊലപാതകം എന്ന് നടന്നു, എപ്പോൾ നടന്നു, ഇതിൽ എവിടെയാണ് കുഴിച്ചിട്ടത് അടക്കമുള്ള വിവരങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരെയും ചോദ്യം ചെയ്തു. 15ഓളം ആളുകളെയാണ് അമ്പലപ്പുഴ സിയുടെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തത്. നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ 4 പേരിൽ നിന്നും ഒരേ മൊഴികൾ ലഭിച്ചു എന്നാണ് പോലീസിന് അറിയാൻ സാധിക്കുന്നത്. അനിൽകുമാർ മാത്രമാണ് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതല്ലാതെ മറ്റെന്തെങ്കിലും
മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ? ഇവർ തമ്മിൽ പ്രണയിച്ച വിവാഹം കഴിച്ച ശേഷം ഒരു കുഞ്ഞുണ്ടായി, അതിനുശേഷം എന്തിനെ കൊലപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ 2 ആഴ്ചക്കാലമായി നടത്തുന്ന ഈ അന്വേഷണത്തിൽ അതീവ രഹസ്യമായി രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള വിഭാഗങ്ങളെ കൂടി ഏകോപിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം നടത്തുക. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് കേസ് അന്വേഷിച്ച വ്യക്തി ആരാണ്, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കേസിനെ അട്ടിമറിക്കാനുണ്ടായ കാരണം എന്താണ്, ഒപ്പം തന്നെ അന്നത്തെ കേസിന്റെ വിവരങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇനി ചുരുളഴിയാനുള്ളത് ഈ മൃതദേഹം കൊലപാതകമാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ മൃതദേഹം ഇവർ പറയുന്നത് പോലെ, ഊമക്കത്തിൽ പറയുന്ന പോലെ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടോ, ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് തന്നെയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിൽ പരിശോധനകളുടെ വരുന്ന മണിക്കൂറുകൾ ലഭിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുക. ഗോകുൽ. തീർച്ചയായും കലയ്ക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് നിർണായകമായ ഉത്തരം തേടിയാണ് പോലീസിന്റെ അന്വേഷണം. ഇപ്പോൾ അത് സെപ്റ്റിക് ടാങ്ക് തുറന്നൊരു പരിശോധനയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതുവരെ കേട്ടതെല്ലാം മൊഴികളാണ്, കഥകളാണ്. ഊമക്കത്തിൽ ലഭിച്ച വിവരങ്ങൾ അതേപടി തെളിയുന്ന രീതിയിലാണ് ഇതുവരെ പോയ അന്വേഷണം എല്ലാം വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കലയുടെ മൃതദേഹം, അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ കേസിൽ, ഈ അന്വേഷണത്തിൽ നിർണായകമായത്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ്, കാത്തിരിപ്പിലാണ് പോലീസ്. അവിടെ പരിശോധനകൾ പുരോഗമിക്കുക.